ഞങ്ങളുടെ ജ്യോതി ചേച്ചിയെ അറസ്റ്റ് ചെയ്തത് നിങ്ങളല്ലേ? ഇവിടെ എന്തിനാ വന്നേ? അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയോ? ഏയ്, നീ അകത്തേക്ക് പോ. നിങ്ങൾ വരൂ. ഞാൻ ജ്യോതിയുടെ അമ്മയാ. നമസ്കാരം. അകത്തേക്ക് വരൂ. അവരെന്തൊക്കെയോ പറഞ്ഞു. ജ്യോതി എന്തു പറയുന്നു? ഓ, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാ വന്നതെന്നാ കരുതിയത്. എന്തു പറ്റി? 2 ദിവസം മുൻപ് ജ്യോതി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അവള് ബ്രേക്ക് ഡൗൺ ആയതാ. ബട്ട് ഷീസ് എ ലക്കി ഗേൾ. ഈ പ്രായത്തിലും ഇതുപോലൊരു പ്രോബ്ലം ഫേസ് ചെയ്തിരിക്കുന്നു. ഈ അനുഭവം കൊണ്ട് ജീവിതത്തിന് ആവശ്യമായ എല്ലാ ധൈര്യവും അവൾക്ക് കിട്ടി. ഹോസ്പിറ്റലിൽ പോയി അവളെ കണ്ടപ്പോഴും ഇതാണ് പറഞ്ഞത്. ജ്യോതിക്കാരെങ്കിലും ശത്രുക്കളായിട്ട്? അതില്ലാതെ ഇരിക്കും മോളെ. ജ്യോതിക്ക് മാത്രമല്ല, എല്ലാ പെൺകുട്ടികൾക്കും ഓരോ സ്ഥലത്തും ഒരു ശത്രു ഉണ്ടായിരിക്കും. അതില്ലാതെ ഇരിക്കില്ല. അതുപോലെ തന്നെ ജ്യോതി ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിരുന്നു? ഓബിയസ്ലി എന്റെ മോളെ ജയിക്കാൻ കഴിയാത്ത ഏതോ ഒരുത്തൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. ഐ നോ മൈ ഡോട്ടർ. ഷി വിൽ കം, ഷി വിൽ റൺ ആൻഡ് ഷി വിൽ വിൻ. അന്ന് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്ക് എന്തെങ്കിലും വ്യത്യാസം പോലെ തോന്നിയിരുന്നു ആന്റിക്ക്? ആസ് യൂഷ്വൽ പതിവായി പോകുന്ന അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു. അന്നാണ് അവളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയെ കുറിച്ച്, പ്രപ്പോസലിനെ കുറിച്ച് ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കാനായി വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. അതാണ്. സ്റ്റിക്കർ ഗം, അതായത് ഇത് പുതിയ ഹെൽമെറ്റാ. മാഡം, പ്രഭാകർ, അവള് കോവിലിന് പോണ നേരം നോക്കി ഹെൽമെറ്റ് ആരോ മാറ്റിയിട്ടുണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കണം മാഡം. വേറൊരു എവിഡൻസും അവൻ നമുക്ക് തന്നിട്ടില്ല. ഹായ്. ഹലോ മാം. സ്വപ്ന എന്ത് പറയുന്നു? ഇപ്പൊ സാരമില്ല. നിങ്ങൾ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ ആ സമയത്ത് ഒരു സെലിബ്രേഷൻ? സ്വപ്ന 4 വർഷമായിട്ട് അബ്രോഡ് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അന്നാണ് അവൾക്ക് അപ്രൂവൽ കിട്ടിയത്. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവള് ഞങ്ങളെ അവിടേക്ക് വിളിച്ചു. എന്തിനാ അവിടെ വെച്ച്? ആക്ച്വലി സ്വപ്നയ്ക്ക് ലോങ് ഡ്രൈവ് വളരെ ഇഷ്ടാ. എല്ലാ വീക്കെൻഡും ചന്ദ്രുവിന്റെ കൂടെ ലോങ് ഡ്രൈവിന് പോവും. സ്വപ്നയോട് ആർക്കെങ്കിലും ദേഷ്യമോ അതുപോലെ തന്നെ ജലസ്യോ തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ആരുമില്ലല്ലോ മാഡം. അവളാരെങ്കിലും ഫോളോ ചെയ്യുന്ന പോലെ അവള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പറഞ്ഞ പോലെ ഓർമ്മയുണ്ടോ? അപ്പൊ അത് ആക്സിഡന്റ് അല്ലായിരുന്നോ? ശരി, അതുവരെ ഈ വിഷയത്തെ കുറിച്ച് ആരോടും സംസാരിക്കരുത്. എവിടാ ഫോട്ടോ ഒന്ന് കാണിക്കേ. സൺറൂഫ് ഓപ്പണിലാണല്ലോ. അപ്പോ ആ പെൺകുട്ടി നിൽക്കുമായിരുന്നു? അതെ, എന്താ ചോദിച്ചു? എന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. ഈ ഏരിയയില് ആക്സിഡന്റ് കോമൺ ആണെന്നല്ലേ പറഞ്ഞു? അത്രയൊക്കെ സ്പീഡിൽ വണ്ടി പോകുന്ന സമയത്ത് വല്ല പട്ടിയോ പൂച്ചയോ എതിരെ വന്നാൽ വണ്ടി നിർത്തില്ല, അടിച്ചു കയറി പോവും. ഇന്നുവെച്ച അല്ല, ബ്രേക്ക് ഇട്ട സമയത്ത് ആ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീണതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഡൻ ബ്രേക്ക് ഇട്ട് സ്റ്റിയറിംഗ് എന്തിന് തിരിക്കണം? മാഡം, നിസ്കാരത്തിന് സമയമായി. ഇതാ സർ. അവിടെ എങ്ങനെയായിരിക്കും അവൻ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തത്?
மேடம் ம் குட் மார்னிங். வந்துட்டீங்களா? ஸ்வப்னா, ஷீ இஸ் ஃப்ரம் மிடில் கிளாஸ் ஃபேமிலி. ஓஆர்ஆர் ஆக்சிடென்ட்னால கோமால இருக்கா. யூஎஸ்ல பெரிய ஜாப் ஆப்பர்ச்சுனிட்டி. போறதுக்கு 2 டேஸ்க்கு முன்னாடி ஆக்சிடென்ட் ஆயிடுச்சு. ஜோதி, ட்ரக் கேஸ்ல நாம அரெஸ்ட் பண்ணிருந்தோம். ஆக்சுவலி இவ ஒரு இன்ஜினியர். அண்ட் இம்பார்ட்டன்ட் திங் இஸ், அரெஸ்ட் பண்ண அன்னைக்கு தான் அவளோட ஸ்டார்ட் அப் கம்பெனிக்கு ஃபண்டிங் அப்ரூவலுக்காக போயிருக்கா. பிரியா, சூசைட் கேஸ், காலேஜ் டாப்பர், 18 lakhs பேக்கேஜோட ஜாப் ஆஃபர். She is Alekia, சாஃப்ட்வேர் கம்பெனி மார்க்கெட்டிங் சீஃப். ப்ளூ வேல் கேம்னால இறந்து போயிருக்கா. அப்படின்னா அப்படின்னா all were aspired to be successful women. Startup company, a girl about to go to US, vice president of chain of hotels, women app developer, team leader, best entrepreneur, highest package in college. இந்த மாதிரி இன்னும். மேடம், நம்ம கிட்ட இவ்வளவு இன்ஃபர்மேஷன் இருக்குல்ல, இப்பவே நாம டிபார்ட்மெண்ட்டை அப்ரோச் பண்ணோம்னா. எதுக்கு பிரபாகர் மறுபடியும் ஹாலுசினேஷன் சொல்றதுக்கா? இப்படி ஒருத்தன் இருக்கான்னு, இப்படி எல்லாம் நடக்குதுன்னு சொல்றதுக்கு இருக்கிற ஒரே ஒரு ப்ரூஃப் இவன் தான். இப்ப கூட அவன் வேற ஒரு பொண்ணை வச்சு பிளான் பண்ணிட்டு தான் இருப்பான். அவன் யாரு, எப்படிப்பட்டவன், எங்க இருக்கான், என்ன பண்ணிட்டு இருக்கான்னே தெரியல. அவன் யாருன்னு தெரியாது, ஆனா அவன் எப்படிப்பட்டவங்கிறது மட்டும் தெரியும். இது வரைக்கும் நான் அவனை ஒரு முறை கூட பார்த்தது கிடையாது. என்னைக்கு நான் அவனை நேர்ல பாக்குறேனோ, அந்த சிக் மைண்டட் பாஸ்டர்ட் ஆளுக்கு அதுதான் கடைசி நாள். அந்த பொண்ணு பண்ற வேலைக்கு மேலதிகாரிங்க ஏன் உசுர எடுக்கிறாங்க தெரியுமா? சார், என் பேச்சை எப்பவுமே நீ ஒபே பண்ண மாட்டேல்ல? இன்னைக்கு மட்டும் எப்படி டைமுக்கு வந்த? உன்னை எதுக்காக வர சொன்ன தெரியுமா? எஸ் சார். தெரியுமா? அப்ப நீ ஒண்ணு பண்ணு. உன்னோட ஓவர் ஆக்ஷன், சில்லி இன்வெஸ்டிகேஷன் எல்லாம் ஆஃப் பண்ணிட்டு புதுசா ஒரு கேஸ் வந்திருக்கு, டீல் பண்ணு. அது என்ன சார் புது கேஸ்? அருண் சாவுக்கு வேற யாரோ காரணம்னு சொன்னல, அவரோட ஃபாதர் மேல மர்டர் கேஸ் ஃபைல் பண்ணிருக்காரு. போய் ஒரு நல்ல லாயரை பாரு.